ഹായ് ഗൈസ്, അപ്പോ നമ്മള് കോഴിക്കോട് എത്തിയിരിക്കുന്ന ഗൈസ്. കോഴിക്കോട് എത്തിയിട്ട് കാറ് കയറി. നമ്മളെ കാർ ഇവിടെ ആയിരുന്നു ഗൈസ്. ഞങ്ങൾ കാറ് കയറി ഗൈസ്. അത് ഞാൻ പറഞ്ഞു ഗൈസ്. പറഞ്ഞു ഗൈസ്. നിനക്കെന്താ പറയാ? പിന്നല്ലേ എനിക്ക് നമ്മ കാറ് കയറി, നമ്മ ഇപ്പൊ വണ്ടി ഇത് എന്തിന്റെ തുടങ്ങുമ്പോണ്ട് തുടങ്ങിയിട്ട് ഇൻസ്റ്റാഗ്രാമല്ലേ രണ്ടോട്ടൊക്കെ തിരിയാനും. നമ്മള് പാളയം മാർക്കറ്റ് എന്ന് പറയുന്ന കൊറേ പടങ്ങളുണ്ട്. ഇത് നമ്മളെ ഇന്ത്യൻ റൂപ്പി, അത് അതിന്റെ മുകളിലാണ് മറ്റേ മമ്മൂട്ടിന്റെ ഒരു അലിബായി, മോഹൻലാലിന്റെ അലിബായി, മമ്മൂട്ടിന്റെ തകർത്ത സ്ഥലം. മമ്മൂട്ടിന്റെ ഒരു ഫിലിമിലില്ലേ, മമ്മൂട്ടിന്റെ വേഷത്തിലോ വേഷത്തിൽ അവന്റെ അച്ഛന് ഇടല്ലേ പണിയെടുത്ത ഉസ്താദ്. അതുപോലെ ഉസ്താദ് ഹോട്ടലില് അവര് മഴയത്ത് നിൽക്കുന്ന ഒരു സീനില്ല, അലിബായി അടിയാക്കുന്ന സ്ഥലമാണിത്. അതെ, അലിബായി മോഹൻലാൽ അടിയാക്കിയ സ്ഥലം, അടിയാക്കിയ സ്ഥലമാണ്. പിന്നെ മോഹൻലാലിന്റെ പല്ല് പോയി അതില് വണ്ടി പോകാനുള്ള സ്ഥലം പോയില്ലേ. അടിയാക്കിയ സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ ഇതിങ്ങനെ വണ്ടി പോകാനുള്ള സ്ഥലമില്ല. കാറിന്റെ മറ്റേ അവര് അമ്മ ചെറുത്തോണ്ട് കോഴിക്കോട് എത്തിയ കോഴിക്കോടത്തെ ഭാഷ തന്നെ സംസാരിക്കണം കേട്ടോ, അല്ലെ മുരുട്ടി? മറ്റേ ചന്ദ്രല്ല വരുന്നത്, മറ്റേ ഏത് പുട്ടുണ്ടാക്കി പഴം പറഞ്ഞ ഓർമ്മ വന്ന് പുട്ടിയത് പറഞ്ഞാല് ഞങ്ങളെ കാലത്ത് 1946 ഞങ്ങള് പണ്ടി പാളയത്ത് വരുന്ന സമയത്ത് ഈ മറ്റേ പ്രഷറിനും പ്രമേയത്തിനും അരികളിൽ അതന്നെ. 1947 ഞാന് വല്ലഭായി സുബു എല്ലാരും പാടെ രാവിലെ പാളയത്ത് വരും. എന്തിനാ? പുട്ടിന് ഭയം വാങ്ങാന്നാക്കി. അങ്ങനെ 500 ആൾക്കാർക്ക് പുട്ടുന്നുണ്ടേ. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ഇതേപോലെ ഉന്തുവണ്ടിയിലൊക്കെ ആണ് സാധനം കൊണ്ടുപോയി. ഉന്തുവണ്ടി എന്താണ് ഇവിടുത്തെ ഒരു ഭംഗി ഇങ്ങനെ നോക്കിയാൽ. അത് കുറച്ച് മുമ്പിലോട്ട് വെച്ച് അങ്ങനെ ഇതൊക്കെ മാറ്റില്ലേ ഓർക്ക് കാണുമോ? അങ്ങനെ ഞങ്ങളിത് യുദ്ധം ചെയ്യാൻ പഴം വാങ്ങാൻ വരുന്ന സ്ഥലമാണ് ഈ പാളയം മാർക്കറ്റ്. ഇത് രാവിലെ മുതൽ ഈ ഇതന്നെ പണി. പഴം അങ്ങനെയല്ലടോ, പുട്ട് തിന്നല്, അല്ല യുദ്ധം ചെയ്യലടോ. നമുക്ക് അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് ഇത് കിട്ടിയേ സ്വാതന്ത്ര്യം. എന്റെ അങ്ങനെ അന്ന് പുട്ട് തിന്നില്ലെങ്കിലോ ഏതൊക്കെ ഇപ്പൊ ബ്രിട്ടീഷുകാർ ഈടെ ഉണ്ടാട്ടെ. അതല്ല അക്രമേ, യുദ്ധം ചെയ്തിട്ടാ അക്രമോ. ഞാനൊരു കാര്യം പറയട്ടാ, നിന്നെയാണ് മറ്റേ ബ്രിട്ടീഷുകാരെ കൊണ്ട് ആടുന്ന ബ്രിട്ടീഷിന് ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിക്കെട്ടാ. എന്തിനാ? പണ്ട് നമ്മൾ കൊറേ ദ്രോഹം ചെയ്തല്ലേ, ഒരു കുടുംബക്ക് നഷ്ടോട്ടെ. ഒരു പകരം വിട്ടാൽ നമുക്ക് മൊത്തത്തിൽ തകർക്കാൻ കഴിയൂല. ഒരു കുടുംബക്ക് തകർത്ത അത്രേ നല്ലേ. എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടാണ് പോയി, അതാ നല്ലേ. പിന്നെ ഇതാര് ഇർഫാനെ നല്ല പഠിച്ച റബ്ബേ. അത് ഞാൻ മറ്റേ മോഡലിലാട്ട പറഞ്ഞേ. അതൊക്കെ നേരത്തെ നോക്കിയപ്പോ കണ്ടിന് ഒരു ചുവന്ന കളറിൽ നീല കളറായിട്ട് ആൽക്കാസ് ജ്യൂസ് എല്ലാം ഇവിടെ പണ്ടേ ഉണ്ട്. എനിക്കൊരു കാര്യം അറിയോ, പണ്ട് ഇതാ ഈ ഫ്രാൻസിസ് ആൽക്കാസ് കക്കാൻ നോക്കിയത് തരുന്നത് എങ്ങനെയറിയോ? രാത്രി തരുന്നത് ഇടുന്നു, രാത്രി ടീച്ചർ രാത്രി എന്റെ ഇവിടെ ഇല്ലേ, ഇവിടെ ടാർപ്പായിട്ടിട്ട് രാത്രി ഇടുന്നു തരുന്നത്. പകല നമുക്ക് പിടിച്ച് നമുക്ക് തരുന്നത് രാവിലെ പോയി. പൊട്ടൻ അറിഞ്ഞില്ല. അതാണ് നമ്മൾ ആട് സിനിമയിൽ കണ്ട അതേപോലത്തെ സംഭവം. രാവിലെ പിടിച്ച് ചോദിച്ചോണ്ടുണ്ടായി മണ്ടന പോലത്തെ പണി അറിയാത്തതാ മണ്ടന. ഇന്നലെ നമ്മള് കൊല്ലത്തുനിന്ന് കേറിയപ്പോ കോഴിക്കോട് സ്റ്റേഡിയം കാണിച്ചു. ഇവിടെയാണ് കളി നടക്കലട്ടോ. ഫുട്ബോള് ക്രിക്കറ്റ് ഒക്കെ നടക്കുന്ന ഫുട്ബോള് ക്രിക്കറ്റ് നടക്കുമോ? എന്താ സ്റ്റേഡിയത്തിന്റെ ലൈറ്റാ കാണിച്ചു കൊടുക്കുക. അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ഇത് കാണുന്നുണ്ടായിക്കല്ലോ. അതല്ല ഞാൻ ട്രെയിനിന് വീഡിയോ എടുക്കാൻ മറന്നു. നമുക്ക് സ്ഥലമൊക്കെ ഉണ്ട്. ട്രെയിനില് രാത്രി ആയതുകൊണ്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തതിന് AC ലായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ അതിന്റെ ഉള്ളിൽ ആൾക്കാർ ഉറങ്ങുന്നോണ്ട് അതിനുള്ളിൽ ഇരുട്ടായിരുന്നു കേസ്. അതെ, ഉറങ്ങുന്നത് കൊണ്ട് നമ്മൾ ഇഷ്ടായിരുന്നു. ഇരുട്ടായിരുന്നു. പിന്നെ
കണ്ടില്ലേ കണ്ണടിച്ച പിന്നെ ആ ചെങ്ങായി എപ്പം വിളിക്കും ഒന്ന് കാണിച്ചു കൊടുത്താ ബാപ്പയും ഞാനാണ് കമ്പനി പക്ഷെ ചെങ്ങായി എന്തിനാ എന്നെ വിളിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ആ ഫോട്ടോത്തിൽ കാണുന്നത് ദുൽഖറോ ഞാൻ മിണ്ടല്ലേ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇതാ സാധനമൊക്കെ കൊണ്ട് ഇങ്ങനെ പോവാണ്. ഇത് വാങ്ങണം ഏത് ഇത് ആരും എടുത്തിട്ട് നടക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ തൊടുത്തു നമ്മൾ നേരെ കൊണ്ടുപോയി. ഇത് അങ്ങനെ മാറിയില്ല. നമ്മളെ ട്രോളി കൊണ്ട് ആരും നടക്കുന്നുണ്ട് കേസ്. നമ്മളത് മാറി കേസ്. ഇതല്ലല്ലോ നമ്മളത്. ഞമ്മ വാങ്ങിയത് പെർഫ്യൂം കേസ്. ഇതിലുള്ള അച്ചാറ് കേസ്. അതിന്റെ ആളെ കിട്ടുമ്പോ ഈ സാധനം കാണൂല. ഇത് അച്ചാറും അരിയുണ്ട്. ഞങ്ങളിൽ പെർഫ്യൂം ഉണ്ടായിട്ടുള്ളൂ കേസ്. ചോക്ലേറ്റും ഞാനിപ്പോ തപ്പി നടക്കണോ കേസ്. തപ്പാ പോകുന്നു. അബ്ദുലുലടി തപ്പി നടക്കുന്നുണ്ട് കേസ്. വീടുന്ന് മാറിയിട്ടുണ്ടോ അവിടെ? വീടുന്ന് മാറിയോ നോക്കിയാ? അത് കൊണ്ടുപോടാ. അനിയടുത്ത് ഉണ്ടി കൊടുന്നേ. എടാ മറ്റൊന്ന് മാറിയടാ. കിട്ടി ഗൈസ്. കാണി ഗൈസ് കിട്ടി. സാധനം കിട്ടി. എടാ വീടിന് സാധനം ഞങ്ങൾ കൊണ്ടുപോയി. അത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെ കിട്ടി പിന്നെ പറയാം. ഇപ്പൊ വരാം. വെയിറ്റ് പന്നിന് പറയാം. അപ്പൊ തിരിച്ചു കിട്ടി ഗൈസ്. കിട്ടി ഗൈസ്. അപ്പൊ ഓക്കെ ഗൈസ്. ഞാൻ പേടിച്ചു. ആരെയോ ഒരു മിനിറ്റ്. എന്ത് ഗൈസ്. അപ്പൊ ഞങ്ങളിങ്ങനെ എവിടെയാളെ? ഇതാണ് ലുലുമാളല്ലേ? ലുലുവാണ്. ജസ്റ്റ് ഓള് പറഞ്ഞു ലുലുവിനെ കുറിച്ച് എന്തൊക്കെ പറയാണ്ടില്ലല്ലോ. ഒന്നുമില്ലല്ലോ അവൾക്ക് പറയാൻ. അവള് പോയി. ഒറ്റക്കാണ് പോയി. ചെക്കന് ഫുള്ള് പ്രാന്ത് കേസ്. എന്തെല്ലോ പറയുന്നു, എടല്ലോ പോകുന്നു. കണ്ണാടിയും വെച്ചിട്ട് 2 എണ്ണം. ഒന്നാ നീ എന്താ വെച്ചത്? പിന്നെ എന്തെന്ന് വെച്ചില്ലെങ്കില് കേസ് ഇവിടെ ലുലു മാളിന്റെ ഉള്ളിലില്ലേ, ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ ഭയങ്കര തണുപ്പ് കേസ്. എന്ത് കഥ ഇല്ലെങ്കില് എന്ത് കഥ? ഒരു കഥയില്ലാലോ. പിന്നെ ഇതിന് ഇടയിൽ നിന്ന് എന്തോ പറയാനുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പൊ എന്ത് കഥ ഇല്ലെങ്കില് വലിയൊരു സാധനം എടുത്തിട്ട് പറഞ്ഞിന്. ആകെ ഉള്ളത് 4 സാധനം എടുത്തിനാ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുന്നേന്ന്. അതിന്റെ ഇടയിൽ നീ 4 സാധനം മറന്നുകയും ചെയ്തു. കയ്യില പോന്ന. പിന്നെ അടുത്തതായി നമുക്ക് കോഴി വാങ്ങാൻ പോകാം ഗൈസ്. അപ്പൊ അങ്ങനത്തെ കഥ. എന്ന് പറയാനുള്ളത് ലുലുവിനെ കുറിച്ച് നല്ല സ്പേസ് ഉണ്ട്. ഹൈപ്പറിൽ നല്ല സ്പേസ് ഉണ്ട്. എവിടെയുള്ളതിനേക്കാളും ഇവിടെയാണ് സ്പേസ് കണ്ടത്. അതെ ഗൈസ്. നല്ല രസമുണ്ട് നടക്കാൻ. ഇതിന്റെ ഇത് ചെറുതാണെങ്കിലും ഇത് വലുതാണ്. ഇത് വലുതാണ്. അതാ ബാത്റൂമിലെല്ലാം കിടന്നിട്ട് ഉറങ്ങാം. അതാടാ നോക്കിയ ഗൈസ്. ഇവനെന്തല്ലോ പറയുന്നു ഗൈസ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അവര് ചിലപ്പോ പല മണ്ടത്തരങ്ങളും പറയും. അതൊന്നും കേൾക്കണ്ടോ? ഉഴുന്നോടെ പോലത്തെയോ? ഉഴുന്നോടെ പോലത്തെ എന്താ വേണ്ടത്? ഈ ഫോണും കൊണ്ട് പൊന്തിച്ചിട്ട് പോകുമ്പോക്കില്ല ഗൈസ്. നല്ല അറിയില്ല എന്നെ പാഞ്ഞു. ആരും നോക്കുക. എന്റെ കൈ കടിയുന്നല്ലപ്പോ. ഓ ഇത് മറ്റേ ഡ്രീം കേക്കല്ലടോ? ഇത് നാട്ടിലേക്ക് കൊണ്ടേക്ക് വേടാവോ? 5 മണിക്കൂർ കഴിഞ്ഞിട്ട് വേടാവോ? അതിനായിട്ട് മുന്നേ തിന്നിട്ട് തീർക്കപ്പോ കിണ്ണിക്കല്ലേ?
ഗൈസ് അപ്പൊ എന്ത് കഥയില്ലെങ്കിൽ ഡ്രീം കേക്ക് എല്ലാം മേങ്ങുന്നുണ്ട് ഇവന് തിന്നാൻ തരുന്നില്ല നേരെ പൊരിപ്പ് കൊണ്ടുപോകും പൊരിക്ക് കൊണ്ടുവന്നു ഭയങ്കര ബാഡ് ഗൈസ്. ചോറ് പൊരിക്കൊണ്ടുപോകും ഇല്ലല്ലോ? ഇല്ല ഇല്ല. നിങ്ങൾക്ക് ചോറ് വേണ്ടേ? KFC വേണ്ടേ? അതെല്ലാം വേണോ? അതിന് പൊരിപ്പ് കൊണ്ടുപോയിക്കോ. ഡ്രീം കേക്ക് വേണോ? KFC വേണോ? അതെന്ത് കഥയില്ലെങ്കിലേ ഒരു കഥയില്ല കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതാ. യോ ഗൈസ് ഞങ്ങളിതാ ഇങ്ങനെ ലുലു മാളിൽ കൂടി ഇതിന്റെ പ്രാതമാ. ഞങ്ങളിതാ ലുലു മാളിൽ ഇങ്ങനെ കോഴിക്കോട് ലുലുവിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഗൈസ്. അതെ ഗൈസ് ഞങ്ങൾ പാർക്കിംഗ് ബിൽറ്റ് ഗൈസ്. കോഴിക്കോട് യൂസുഫ് തോപ്പിച്ചിട്ടാണ്. യെസ് പാർക്കിംഗ് ബിൽറ്റ് ഗൈസ്. പാർക്കിംഗ് ബിൽറ്റ് ഗൈസ്. മാളി ചെറുത് ഗൈസ്. നല്ല ഗൈസ് കുറച്ച് മോശമില്ല നല്ല ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വൈബാ. സത്യം പറയാലോ കുറെ ആൾക്കാർക്ക് പറഞ്ഞു പാർക്കിംഗ് ഒക്കെ വലുതാ മാള് കുറെ ചെറുതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ സാധനങ്ങൾ വാങ്ങി വലിയ പട്ടി 4 സാധനം. അടുത്ത് ഗൈസ് അതിലുള്ള സാധനം നീ കാണിച്ചോ? യെസ് അങ്ങനെ ഞങ്ങൾ എന്ത് പറയാ ഗൈസ് ലുലുവിൽ വന്നു. എല്ലാവരും പറഞ്ഞ പോലെ ഒന്നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് പറഞ്ഞു ലുലു കുഴപ്പമില്ല ഗൈസ് നല്ലൊരു വൈബ്. നല്ല വലുതെന്നല്ല ബട്ട് ഇവിടെ നല്ല വൈബ് ഉണ്ട്. സത്യം പറയാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വൈബ് ഉണ്ട്. പറഞ്ഞൊക്കെ ശരിയാണ് ചെറുതാണ് ബട്ട് വൈബ് ഉണ്ട്. കോഴിക്കോട് ലുലു മാൾ എന്താ പറയണ്ട എല്ലാവരും വന്നു വിസിറ്റ് ചെയ്തോ. നല്ലൊരു സ്ഥലമാണ് നല്ലൊരു പ്ലേസ് ആണ്. എന്ത് പറയാ നല്ല വിസിറ്റ് ചെയ്യാൻ പറ്റും. തക്കാളി ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ചക്ക ഉണ്ട് മാങ്ങ ഉണ്ട് തേങ്ങ ഉണ്ട് ഉണ്ട് ഗൈസ്. അങ്ങനത്തെ കഥ നിയാസ് വന്നിട്ടേ ഗൈസ്. നിയാസ് കടിയോ ബാക്കിയാണ് ഗൈസ്. കോലുട്ടായി ഒന്നല്ല ഉന്തി വാ വാ. ഗൈസ് ഹായ് പാവ് അങ്ങനത്തെ കഥ ഇതെന്ത് ചെല്ലാനില്ല ഇപ്പൊ ഗൈസ്. ഞാനിവിടെ പല ടൈപ്പിലുള്ള കേക്കുകൾ കണ്ടു ഗൈസ്. ഒരു ഭൂമിനെ പോലത്തെ പല ഗ്രഹങ്ങൾ പോലെ ഉണ്ട് അല്ല കേക്കെല്ലാം നോക്കിയതാ. ഇവിടെ കേക്ക് വയ്ക്കും ഗൈസ്. ഇതോ ഇത് കാണുന്നില്ലേ എന്തെല്ലോ ഗ്രഹങ്ങൾ പോലെ എല്ലാം ഉണ്ട്. ഭയങ്കര ഉണ്ട് കേക്കല ലുലു മാളിൽ വരുന്ന ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഗൈസ് ലുലു മാളില്. കണ്ണാടി എടുത്തിട്ട് നോക്ക് വെറും ഊള. അങ്ങനത്തെ കഥ എന്തൊരു ചെല്ലെങ്കില്ല. ഇപ്പൊ എന്ത് ചെല്ലാനില്ല പയ്യ വരുന്നവാ. ഞങ്ങളിപ്പോ കേക്ക് അങ്ങനെ പറയല്ലപ്പാ. ഓർക്കെന്നെ നോക്കുന്ന ആൾക്ക് തന്നെ ഒരു ബോറോ. നീ ഗൈസ് 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 എന്ന് പറഞ്ഞിട്ടില്ല. ഒരു എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയും. നല്ല കാര്യങ്ങളല്ലോ പറയല്ല. മനസ്സിലായോ? ആരെ പക്കിച്ചാന്റെ പോത്തെല്ലാം കാണലത്. ഹലോ നീ എന്തെങ്കിലും മേങ്ങോ? ആ മേങ്ങപ്പോ പക്കിച്ചാന്റെ പോത്ത് കാണാതെ പോത്ത് രണ്ടെണ്ണം പോത്ത്. ഒന്ന് കാറൂരി പാഞ്ഞത് അത് നോക്കണം. പിന്നൊന്ന് ഉണ്ടത് കാറൂരാണ്ട് പാഞ്ഞത്. എല്ലാം നോക്കണോടാ. എല്ലാം നോക്കണം. ബായ് നോക്കണേ പിടിച്ചാ ഗൈസ്. അപ്പൊ എന്ത് കഥ അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട് വന്നിട്ടുണ്ട്. അപ്പൊ കഥ എന്തില്ലെങ്കില്ല ആക്രമണയുടെ വന്നിട്ടില്ല. പൂരി കിട്ടില്ല. പൂരി അങ്ങനെയുള്ള കൽബിയുടെ അക്രമം. പൂരി ഇല്ലാത്ത ഹോട്ടലാണ്. ഇന്നലെ വേറെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചോറുണ്ടായിരുന്നു. അവിടെ ചോറുണ്ട്. അവസ്ഥ അങ്ങനെ രാവിലെ തന്നെ വെള്ളം കൈ വെക്കുന്നുണ്ട്. നമ്മളുള്ളത് മെഡിക്കൽ കോളേജിന്റെ നമ്മളുള്ളത് മെഡിക്കൽ കോളേജിന്റെ കാര്യമുണ്ട്. ഞാൻ പറയാം ഞങ്ങൾ ബായൊക്കെ കമന്റ് അടിക്കൂല അതുപോലെ അടിക്കും.
അല്ല ഇത് കേട്ടോണ്ടാകും പറയുന്നത് ശരി കുറച്ച് നല്ല പോലെ അപ്പൊ കേക്ക് കൈ പറക്കുന്ന കേസ് ഇങ്ങനെ അച്ചാല കേസ് ഇവിടുത്തെ വെള്ളപ്പവും ഇത് ആടെ നോക്കുന്നത് ഈ നോക്കുന്ന മാർഗം ഇവിടുത്തെ വെള്ളപ്പവും മുട്ടക്കറി വെള്ളം കഴിക്കും മുട്ടക്കറിയെല്ലാം വാങ്ങി മുട്ട വാങ്ങിയില്ല അങ്ങനത്തെ കഥ അപ്പൊ ഞമ്മൊരു മുട്ട റോസ്റ്റും കൂടി പറഞ്ഞിട്ട്